CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർക്കിടകവാവിൽ പിതൃതർപ്പണത്തിനായി 10,000. വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ പാചക തൊഴിലാളികൾക്ക് നൽകുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പട്ടാമ്പി ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പങ്കാളിത്തം കുറഞ്ഞുവരുന്ന ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ നടന്ന മാതൃകാ ഗ്രാമസഭ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കർക്കിടകവാവിൽ പിതൃതർപ്പണത്തിനായി 10,000 ഭാരതപ്പുഴയോരത്തെ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനായി എത്തി. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലും പട്ടാമ്പി ഭാരതപ്പുഴയോരത്തും നിരവധി വിശ്വാസികൾ ബലിതർപ്പണത്തിനായെത്തി. പിതൃസ്മരണയിൽ 10,000 കർക്കിടകവാവിൽ ബലിതർപ്പണത്തിന് ഭാരതപ്പുഴയോരത്തെ സ്നാനഘട്ടങ്ങളിലെത്തിയത്. അതിരാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ഭാരതപ്പുഴയുടെ പാമ്പാടി മുതൽ തിരുനാവായ വരെയുള്ള ഭാരതഖണ്ഡങ്ങളിൽ 10,000 ബലിതർപ്പണത്തിനെത്തിയത്. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റികളുടെയും വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയവയുടെയും നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനെത്തിയവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ പാണ്ഡവർ പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണം നടത്തിയെന്ന് വിശ്വസിക്കുന്ന തിരുമിറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രക്കടവിൽ ഇത്തവണയും 10,000 ബലിതർപ്പണത്തിനായി എത്തി. 3 കാർമ്മികരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ 3 കടവുകളിലായാണ് ചടങ്ങുകൾ നടത്തിയത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവരും ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി. ക്ഷേത്ര ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സ് എന്നിവയുടെയും സേവനവും ഇവിടെ ഉണ്ടായിരുന്നു. CCN ന്യൂസ്, പട്ടാമ്പി. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിയിടുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ജീവിത വഴിയിൽ വേർപെട്ടുപോയവരുടെ മോക്ഷത്തിനായാണ് കരിമ്പുഴ പുഴയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നത്. പ്രാണരക്ഷക അതുല്യ ബലവാനത്ര സർവതുഷ്ട പ്രശാന്തയേ ക്ഷുബ്ധോദകം. കുറച്ച് തീർത്ഥം വലത്തേക്ക് എടുക്കുക. ഇടത്തെ കൈകൊണ്ട് പാത്രം തിരിച്ച് കുറച്ച് തീർത്ഥം വലത്തേക്ക് എടുക്കുക. തിരിച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. പ്രോക്ഷിക്കുക എന്നാണ് പറയുക. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തലുണ്ട്. ഗണപതി പ്രഥമ ദേവനാണ്. യാതൊരുവിധ വിഘ്നങ്ങളും കൂടാതെ. ദക്ഷിണായന പുണ്യകാലത്തെ ആദ്യ അമാവാസി പിതൃലോകത്തേക്കുള്ള പുണ്യ കവാടമായാണ് കണക്കാക്കുന്നത്. അതിനാൽ ഈ സുദിനം ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. ഈ വർഷം കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കളെ അനുസ്മരിച്ച് ബലിതർപ്പണം നടത്തുവാൻ 10,000 ആളുകളാണ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര ജീവനക്കാരും പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ക്ഷേത്രം അംഗീകരിച്ച അഖിൽ നമ്പീശൻ, ആദിത്യൻ നമ്പീശൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ശനിയാഴ്ച വാവൊരിക്കൽ വ്രതമെടുത്താണ് ആളുകൾ പിതൃതർപ്പണത്തിനായി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തായി പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയത്. ഞായറാഴ്ച പുലർച്ചെ 2:30 തന്നെ ക്രിയകൾ ആരംഭിച്ചിരുന്നു. ഒരേ സമയം 600 പേർക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. പുഴയിലെ ക്ഷേത്രക്കടവിൽ പ്രത്യേകം സുരക്ഷ ഏർപ്പെടുത്തിയതിനാൽ അപകട സാധ്യത പരിഹരിക്കാനായി. കൂടാതെ പുഴയിൽ കുളിക്കാനിറങ്ങിയവർക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. പുഴയിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച മുങ്ങൽ വിദഗ്ധരെയും വിന്യസിപ്പിച്ചിരുന്നു. സ്വർഗാരോഹണ ഭാവത്തിലുള്ള ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയാണിവിടെ. രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ ആനയൂട്ടും നടന്നു. ചെർപ്പുളശ്ശേരി അയ്യപ്പൻ, ചെർപ്പുളശ്ശേരി മണികണ്ഠൻ, മംഗലാംകുന്ന് ഗജേന്ദ്രൻ എന്നീ ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടന്നു. CCN ന്യൂസ്, കടമ്പഴിപ്പുറം. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് കാറൽമണ്ണ കാളികടവ് ശ്രീ മഹാകാളി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആയിരങ്ങളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ദൃഷ്ടാശ്ച കൃതോപകാരാം ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ
സ്വധാ പിണ്ഡമഹം ദമാമി. കർക്കിടക വാവിൽ പിതൃതർപ്പണം നടത്തുന്നത് പിതൃക്കളുടെ മോക്ഷത്തിനുള്ള ഉത്തമ ദിനം കൂടിയെന്നാണ് വിശ്വാസം. കാറൽമണ്ണ കാളികടവ് മഹാകാളി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. വലിയ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരുന്നത്. കർക്കിടക മാസത്തിൽ ദിവസവും വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ ഉണ്ടാവും. 31-ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതിക്ക് പൂമൂടൽ ചടങ്ങും നടക്കും. ഒറ്റപ്പാലം പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങി വലിയ സുരക്ഷാ ക്രമങ്ങളും പുഴയിൽ ഒരുക്കിയിരുന്നു. ആലിപ്പറമ്പ് കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വെളിനേടി വിനോദ് കുറുപ്പ് കാർമ്മികനായി ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ സൂപ്രണ്ടിന് നിയമനമായി. ഡോക്ടർ A. ഷാജിയുടെ അധിക ചുമതലയായ സൂപ്രണ്ട് പദവിക്ക് ആശ്വാസമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടായി ഡോക്ടർ സുജിത മാധവൻ ചാർജെടുക്കും. 2012-ൽ ജില്ലാ ആശുപത്രിയിൽ സേവനമാരംഭിച്ച ഡോക്ടർ ഷാജി 2015 ഫെബ്രുവരി വിരമിച്ച ഡോക്ടർ ഫാത്തിമ ഷഹനാസിന് പകരം താൽക്കാലികമായാണ് സൂപ്രണ്ട് പദവി ഏറ്റെടുത്തത്. എന്നാൽ പുതിയ സൂപ്രണ്ടിന്റെ നിയമനം വൈകിയതോടെ 2.5 വർഷമായി തുടരുകയായിരുന്നു. ആശുപത്രിയിലെത്തുന്ന രോഗികളോടും സഹപ്രവർത്തകരോടുമുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ആശുപത്രിയുടെ ഉന്നമനത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും തികച്ചും മാതൃകാപരമാണ്. പുതിയ സൂപ്രണ്ട് ചാർജെടുക്കുന്നതോടെ ജില്ലാ ആശുപത്രിയിലെ ഈ പ്രധാന ഡോക്ടറുടെ സേവനം രോഗികൾക്ക് കൂടുതൽ സമയം ലഭ്യമാകും. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ജനകീയ ശുചീകരണം. ജില്ലാ ഭരണകൂട സേനയുടെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തനം നടന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്തിലാണ് ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദ്രുതകർമ്മസേനയുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം. രാവിലെ 8 മണിയോടെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന ചെറിയ ഉദ്ഘാടന ചടങ്ങോടെയായിരുന്നു പ്രവർത്തനങ്ങളുടെ തുടക്കം. മുഹമ്മദ് മുഹസിൻ MLA ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ PB നൂഹ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. റോഡരികിലെ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് 8 സ്ക്വാഡുകളായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ദ്രുതകർമ്മസേനയ്ക്ക് പുറമെ നെഹ്റു യുവകേന്ദ്ര പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, NCC സ്റ്റുഡന്റ് പോലീസ്, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വ്യാപാരികൾ, സിവിൽ സർവീസസ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളായി. രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. ഞായറാഴ്ചയും ശുചീകരണം തുടരും. CCN ന്യൂസ്, പട്ടാമ്പി. പാചക തൊഴിലാളികൾക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു MLA. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഉപജില്ലയിലെ മുഴുവൻ പാചക തൊഴിലാളികൾക്കും സൗജന്യമായി യൂണിഫോമുകൾ നൽകിയത്. ഇതോടൊപ്പം മറ്റു ഉപകരണങ്ങളും വിതരണം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചു. പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വന്ന് കുറച്ച് നാളുകളായെങ്കിലും ആദ്യം സാധാരണ നിലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യമാണ് കൂടുതൽ പരിഗണിച്ചത്. അതിന്റെ ഭാഗമായി തെക്ക് ഭാഗത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ അടക്കമുള്ള തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകരുടെ കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചു വന്നു. നിങ്ങളുടെ കാര്യത്തിലും വലിയൊരു പരിഗണന ഉണ്ടായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓണറേറിയം ആദ്യം സർക്കാർ വർദ്ധിപ്പിച്ചു. മാന്യമായിട്ടുള്ള ഒരു ഓണറേറിയം, അത് പൂർണ്ണമായി എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ വലിയൊരു മാറ്റം അതിന് കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഓണറേറിയമുള്ള പാചക തൊഴിലാളികൾ. കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർധനവുണ്ടായിട്ടുള്ളത്. അതാണ് പ്രത്യേകത. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ, AEO D ഷാജിമോൻ, P ദിനേശ്, PN സുധാകരൻ എന്നിവർ സംസാരിച്ചു. CCN ന്യൂസ്, പട്ടാമ്പി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.